വജ്ര രചന ഹിമാനവി അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അവന്റെ കണ്ണീര് പതിരിപ്പോകുന്ന അവന്റെ ജീവിതം എല്ലാം കൊണ്ട് ഉറക്കം കെടുത്തും അവൻ പാടില്ല. പ്രണവിനെ മാറ്റിയെടുക്കണം. അവനതിന് തയ്യാറാവില്ലെന്നാണെങ്കിൽ മുന്നും പിന്നെ നോക്കാനുള്ള ക്ഷമ തനിക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല. മനസ്സിന്റെ ആവലാതികൾ നെടുവീർപ്പായി ഒതുക്കി വജ്രയുടെ കൈ പിടിച്ചവൻ ഗ്രൗണ്ടിന്റെ ഇടതുവശത്തേക്ക് നീങ്ങി നിന്നു. പെട്ടെന്ന് ആരെങ്കിലും വന്നാലും അത്ര വേഗം അവരുടെ കണ്ണിൽ പെടില്ലെന്ന പോലെ സുരക്ഷിതമായൊരു കോർണർ. നീ ഒരുപാട് തളർന്നുപോയെന്നറിയാം, പക്ഷെ ഇതൊരു അവസാനമില്ലെന്ന ഓർമ്മ വേണം. അവനെ പറഞ്ഞിരുത്താൻ ബഷീർ ഉണ്ടാവും കൂടെ. ഒന്നൊന്നും പേടിക്കരുത്. മനസ്സ് തളർന്നാൽ ജീവിതത്തിന്റെ നിറങ്ങൾ തന്നെ കളഞ്ഞുപോകും. ശരിയാവും, എല്ലാം ശരിയാവും. എബി പറഞ്ഞു തീരുമ്പോഴേക്കും അവന്റെ രണ്ട് കൈയും പൊതിഞ്ഞു പിടിച്ച് കരഞ്ഞുകൊണ്ട് ചുണ്ടുകൾ അവിടെ അമർത്തിമുത്തി പിന്തിരിഞ്ഞ് പിന്നെ ഒരു നോട്ടം പോലുമില്ലാതെ അവൾ ഓടിപ്പോയി. എബിൻ ദീർഘനിശ്വാസം എടുത്ത് അവൾ പോയ വഴിയെ നോക്കി തൂണിലേക്ക് ചാരി നിന്നു. മണിക്കൂറുകൾ അതിവേഗം ഓടിപ്പാഞ്ഞു. വൈകുന്നേരം സെമിത്തേരിക്കപ്പുറമുള്ള ഗ്രൗണ്ടിൽ ബൈക്കിൽ വന്നിറങ്ങുമ്പോൾ എബിയുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞ് പ്രണവിനെയായിരുന്നു. പക്ഷെ ബഷീർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. കുറച്ചപ്പുറം മാറി ചെറിയ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവരിലേക്ക് നോക്കി സ്റ്റെപ്പുകളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് അവൻ. എബി കലുഷിതമായ മനസ്സോടെ ബഷീറിനരിയിലേക്ക് നടന്നു. വജ്രത്തിയിലെ എന്ന് ചിന്തിച്ച സമയത്ത് ഇടവഴിയിലൂടെ കയറിയവൾ കുറച്ചപ്പുറം വന്ന് നിന്നു. രണ്ടുപേരുടെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ബഷീർ മുന്നോട്ട് നോക്കി. കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ പാതിയായി പോയ പോലെ കരഞ്ഞിളന്ന വജ്രയുടെ കണ്ണുകളിലേക്ക് പുറമേ ഗൗരവം ഭാവിച്ച് ഉള്ളിൽ തിങ്ങിഞ്ഞിരുങ്ങുന്ന സങ്കടം മറച്ചു വെച്ചവൻ ഒരൽപ്പ നിമിഷം നോക്കിയ ശേഷം അലസമായി നോട്ടം തെറ്റിച്ച് മറ്റെങ്ങോ നോക്കി എഴുന്നേറ്റ് നിന്നു. എബിയും വജ്രയും വല്ലായ്മയോടെ പരസ്പരം നോക്കി. അവൻ നെറ്റി വിളിച്ചുള്ള എബിയുടെ ചോദ്യം കേട്ട് ബഷീർ പരിഹാസത്തോടെ നേർമയോടൊന്ന് ചിരിച്ചു. ഞങ്ങൾ രണ്ടുപേർക്കും മുമ്പിലല്ലാതെ പുറത്തുനിന്ന് ഒരുത്തൻ്റൊപ്പം നിന്നവൻ്റെ മനസ്സും സ്നേഹവും വിചാരണ ചെയ്യാൻ ഇനി അവൻ ഒരുക്കില്ലെന്ന് പറഞ്ഞു. നീ പോയ ശേഷം വരാമെന്ന്. അവനവൻ്റെ വജ്രയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് എബിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പറഞ്ഞ് അവന്റെ മുഖത്ത് ഓരോ ഭാവം ഒപ്പിയെടുത്തിരുന്നു ബഷീർ. ആ കൈമുഷ്ടി ഉരുളുന്നു ചെന്നൈയിലെ ഞരമ്പുകൾ തെളിയുന്നതും കണ്ടു. പ്രണവ് ഇൻസൾട്ട് ചെയ്താണെന്ന് എബിക്ക് നന്നായി മനസ്സിലായി. വജ്രയുടെ ഇടതുകൈ അവന്റെ വലതുകൈയിൽ മുറുകി. ക്യാമ്പസിൽ വെച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനി പ്രണവിനോട് പറയാനോ ഓർമ്മിപ്പിക്കാനോ വാൺ ചെയ്യാനോ ഒന്നുമില്ലെങ്കിൽ കൂടി അവന്റെ ഉള്ളിൽ കടന്നുകൂടിയ കാളകൂടെ വിഷം പോലെ വളർന്നു നിൽക്കുന്ന തന്നോടുള്ള പ്രണയം വേരോടെ പിഴുതെടുത്ത് വലിച്ചെറിയാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അവന്റെ തെറ്റവൻ തിരിച്ചറിയും വരെ ആ മുഖം പോലും കാണാൻ ത്രാണിയില്ലാതിരുന്നിട്ട് ഇങ്ങോട്ട് വന്ന്. പക്ഷേ ബഷീറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ തന്നെയാണ് ആഗ്രഹിച്ചതും. പ്രണവിനെ എത്രയൊക്കെ ദയനീയമായി അപേക്ഷിച്ചാലും കാലിൽ വീണ് കിടന്നാൽ പോലും അവൻ ചെയ്ത തെറ്റ് തിരുത്തും വരെ അവന്റെ പഴയ വജ്രയാവാൻ തനിക്ക് കഴിയില്ല. പെങ്ങളായി കാണാൻ ഇനി അവനെ കൊണ്ട് സാധിക്കില്ല. 100% ഉറപ്പുള്ള കാര്യമാണത്. പക്ഷേ സൗഹൃദം അതിന്റെ പവിത്രതയിലേക്ക് സ്വയം പറിച്ചെടുത്തു വയ്ക്കാൻ അവൻ തയ്യാറായേ പറ്റൂ. അന്ന് മാത്രമേ ഇനി അവന് താനെന്ന സുഹൃത്തിനെ കിട്ടൂ. പക്ഷേ മുൻപത്തെ പോലെ ദൃഢമായിരിക്കുമോ ആ സൗഹൃദം? എബിയുടെ മുഖത്ത് നിന്ന് നിറഞ്ഞ കണ്ണുകൾ പിൻവലിച്ച് തന്നെ നോക്കാൻ നിൽക്കുന്ന ബഷീറിന് മുന്നിലേക്ക് അവൾ ചെന്ന് നിന്നു. ആ കൈ എടുത്തു പിടിച്ചു. മുഖം നൽകാൻ നിൽക്കുന്ന അവന്റെ നെഞ്ചുലഞ്ഞിരിക്കുന്ന ആ നാഡീസ്പന്ദനത്തിലൂടെ അവൾ അറിഞ്ഞു. ബഷീർ. നോവ് തിങ്ങി വിങ്ങിന്നിരുന്ന കണ്ണീർ പാട പൊട്ടിയൊലിച്ച് ചങ്ക് പൊടിഞ്ഞ വേദനയിൽ പുറത്തേക്ക് ചിന്തിയെ വിളി. കണ്ണീരിൽ തിളങ്ങുന്ന തീപ്പാറും പോലെയുള്ള നോട്ടത്തോടെ അവൻ അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് ട്രാക്സിയുടെ പോക്കറ്റിൽ കൈകളിട്ട് അവൾക്ക് അഭിമുഖമായി നിന്നു. വജ്രയുടെ ഉള്ളുപൊള്ളിപ്പോയി. എബിയും വല്ലാതെയായി. ബഷീർ, അവള് എബി പറഞ്ഞു തുടങ്ങും മുമ്പേ അവൻ കൈയുയർത്തി തടഞ്ഞു. നിന്നോട് എനിക്ക് ചോദിക്കാനുണ്ട്, ഇപ്പോഴല്ല, എവിടെ നിന്ന് ചിലത് അറിഞ്ഞു കഴിഞ്ഞിട്ട്. അതുവരെ മിണ്ടരുത്. എബി വജ്രയെ നോക്കിയ ശേഷം നെടുവീർപ്പോടെ മറ്റെങ്ങോ ദൃഷ്ടി മാറ്റി ചിന്താഭാരത്തോടെ തലയനക്കി. ശരിയെന്ന അർത്ഥത്തിൽ. വജ്ര കണ്ണിമ പോലും ചലിപ്പിക്കാനാവാത്ത അറിഞ്ഞു നിൽക്കുകയാണ്. ബഷീർ അവൾക്ക് നേരെ തിരിഞ്ഞു. 5 വർഷങ്ങളായി ഇവനെ നീ സ്നേഹിച്ചു തുടങ്ങിയിട്ട്. കൃത്യമായി പറഞ്ഞ ഞാനും നീയും പ്രണവും പരിചയപ്പെട്ട് ഒരേ മനസ്സും ആത്മാവായി മാറി അതേ വർഷം തൊട്ട്, അല്ലേ? ചോദ്യത്തിലെ കടുപ്പം അവന്റെ മുഖത്തെ ഭാവം കണ്ട് തൊണ്ടയിലേക്ക് ഒരു ഭാരമുള്ള എന്തോ അടഞ്ഞിരുന്ന പോലെ. പക്ഷേ മറുപടി നൽകാതിരിക്കാനാവില്ല. മുന്നിൽ നിൽക്കുന്ന തന്റെ ബഷിയാണ്. പാത്തു തന്നെയാണ് താനവന്. ബഷി, ഞാൻ ഇടർച്ചയോടെ മറുപടി പറയാൻ തുടങ്ങിയതും അവന്റെ മുഖം വലിഞ്ഞു മുറുകി. ആണോ അല്ലയോ? ഉയർന്നു പോയവന്റെ ശബ്ദം അവളെ ഞെട്ടിക്കും വിധത്തിൽ. എബിയുടെ മുഷ്ടി ചുരുണ്ടു തുടങ്ങി. ക്ഷമയെ അത്രയധികം കാണിക്കേണ്ട സമയമാണെന്നറിയാവുന്നതുകൊണ്ട് കണ്ണടച്ച് തുറന്ന് ദീർഘശ്വാസം എടുത്ത് വജ്രയെ നോക്കി. കണ്ണു നിറച്ച് നിൽക്കുകയാണ് അവൾ. കാണാൻ കഴിയുന്നില്ല. ചങ്ക് പിടയുന്നു. അതെ, ആദ്യമായി കണ്ട ദിവസം മുതൽ എബിയെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ഇടർച്ചയോടെ പറഞ്ഞിരുന്നപ്പോഴേക്കും ബഷീറിന്റെ കൈ അവിടെ കയ്യിൽ അമർന്നിരുന്നു. അപ്പോ ഇത്രയും നാൾ നിന്റെ മനസ്സിൽ ഞാൻ ചത്തുപോയിരുന്നോടി. ഒരൊറ്റ മനസ്സാന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു നോട്ടം കൊണ്ടുപോലും എനിക്കൊരു സൂചന എനിക്ക് തോന്നിയില്ലല്ലേ? തുറന്നു പറയാൻ നീ എടുത്ത് ഈ 5 കൊല്ലവും നിന്റെ മനസ്സിൽ ഞാനൊരു ബഫൂണായിരുന്നു. എന്നും തുറന്നു പറയാൻ ഫ്രീഡം ഉണ്ടായിരുന്നിട്ടും
നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒളിച്ചു പിടിച്ചു. ഓ, അത് നിന്റെ പേഴ്സണൽ കാര്യമാണല്ലോ അല്ലേ? മനസ്സ് ചേർത്ത് വെച്ച ആത്മാർത്ഥ സുഹൃത്താണ് പോലും. അവളുടെ പിടിച്ച കൈ ശക്തിയിൽ കുടഞ്ഞ പിറകിലേക്ക് നീങ്ങുന്നു. വജ്രയുടെ സർവ്വ നിയന്ത്രണവും മറ്റു കരഞ്ഞുകൊണ്ട് അവൾ സ്റ്റെപ്പിലേക്ക് ഒന്നിൽ തളർന്നിരുന്നു. എബിയുടെ ക്ഷമ നശിച്ചു. അവൾക്കരികിലേക്ക് ഇരിക്കാനാഞ്ഞു. ബഷീർ അവനെ തടഞ്ഞു. വീടന്നെ, എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ആർക്കൊക്കെ അവളെ വേണ്ടെങ്കിലും എനിക്ക് വേണം അവളെ. എല്ലാം മനസ്സിലൊതുക്കി പിടിച്ചു നടന്നാണ് ഞങ്ങൾ രണ്ടും. ദിവസങ്ങളെ ആയിട്ടുള്ളൂ പരസ്പരം പറഞ്ഞിട്ട്. നിന്നോടൊക്കെ തുറന്നു പറയാൻ വന്ന നേരത്താ ബാസ്റ്റിടിന്നു. പറഞ്ഞു പൂർത്തിയാക്കുമ്പേ ബഷീറിന്റെ ഭാഗത്തിൽ വന്ന മാറ്റം കണ്ട് അവൻ നെറ്റി വിളിച്ചുകൊണ്ട് നിശബ്ദനായി. ബഷീർ എബിയിൽ നിന്ന് അണുവിട ചലിപ്പിച്ചിട്ടില്ല കണ്ണുകൾ. കരഞ്ഞുകൊണ്ടിരുന്ന അവൾ അല്പനിമിഷം കഴിഞ്ഞ് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ തലയിരിച്ചൊന്ന് നോക്കി. അരികിലിരിക്കുന്നുണ്ട് ബഷീർ ആളെ തന്നെ നോക്കി. അത്രയ്ക്ക് ഇഷ്ടമാണോ ഈ ക്രിസ്ത്യാനി ചെക്കനെ? കണ്ണു മിഴിച്ചുകൊണ്ട് അവൾ ആ മൃദുവായ ശബ്ദത്തിലുള്ള ചോദ്യത്തെ നേരിട്ട്. അപ്പുറത്ത് നിൽക്കുന്ന എബിയുടെ ചുണ്ടിലെ കുഞ്ഞു ചിരി കണ്ണുകൾ കണ്ടെടുത്തപ്പോൾ ധൃതിയിൽ ബഷീറിനെ നോക്കി. കുസൃതിയുടെ ലാഞ്ചനയുണ്ട് അവിടെ. ഉള്ളിൽ അത്ര നേരെ ഇരുമ്പയിരുന്ന സങ്കടക്കടലും ബഷീറിന്റെ കണ്ണിൽ കാണുന്ന തന്നോടുള്ള അവജ്ഞയും വെറുപ്പും കണ്ട് ഉയർന്നു പൊങ്ങിയ നിരാശയുടെ തിരമാലയും ഒരൊറ്റ നിമിഷത്തിൽ പോസ്റ്റ് ബട്ടൺ അമർത്തിയ പോലെ ചലനമില്ലാതായി. നിറഞ്ഞു തൂവി കവിളിലൊഴുകി പരക്കുന്ന കണ്ണുനീര് ഇടതടവില്ലാതെ അപ്പോഴും ഇറ്റി വീണിരുന്നു. മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്റെ കണ്ണിൽ അവളോടുള്ള വെറുപ്പിന്റെ നേരിയ അംശമെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്ന വജ്രയെ കണ്ട് ബഷീർ വളരെ പതിയെ ചിരിച്ചുകൊണ്ട് താടിയിൽ വലത് കൈവെള്ളം മടക്കി ചേർത്ത് വെച്ചു. ഞാൻ ചോദിച്ച കേട്ടില്ലെന്നാണോ? ഇപ്പോൾ കേൾക്കുന്നത് തനിക്ക് പരിചയമുള്ള തന്റെ ബഷിയെയാണ്. ആ കണ്ണിലേക്ക് നോക്കിയ ആശ്വാസത്തോടെ അത് പറയാനാവും. വെറുപ്പിന്റെ ഒരു അംശം പോലും ഇല്ല അവിടെ. അതിശയോക്തിയാണ്, അത്ഭുതമാണ്. ശക്തമായ പെരുമഴയിൽ വേറിട്ട് വേർപ്പെട്ട പോലെ മനസ്സ് ഓടി അറിയുന്നതിനിടയിൽ കയറി നിൽക്കാൻ ഒരൊറ്റ തുരുത്ത് കണ്ടെന്ന പോലെ ജീവശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവന്റെ വലത് കൈക്കിടയിലൂടെ കൈകോർത്ത് തോളിലേക്ക് തലയായിച്ചു വെച്ച് തങ്ങൾക്ക് അഭിമുഖമായി 2 സ്റ്റെപ്പ് താഴെ നിൽക്കുന്ന എബിയുടെ കണ്ണിലേക്ക് വജ്ര നോക്കി. എബിൻ മാത്യൂസ് അല്ലാതെ വജ്രയുടെ ജീവിതത്തിന് മറ്റൊരു കൂട്ടുണ്ടാവില്ല ബഷി. ഇടർച്ചയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നേരം ആളുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ അടർന്നു വീഴുമ്പോൾ ആളോടുള്ള പ്രണയം തിങ്ങിവിങ്ങി നെഞ്ചു പൊട്ടിക്കുമെന്ന പോലെ പടന്നുകയറിയ സുഖകരമായ വേദനയെ ഹൃദയത്തിലിട്ട് താലോലിച്ച് പെയ്യാനൊരുങ്ങി നിൽക്കുകയായിരുന്ന എബിയുടെ കണ്ണുകൾ. ഈ മുഹൂർത്തം എന്റെ നെഞ്ചിലുണ്ടടി. ഇനി ഒരായുസ് മുഴുവൻ ഞാൻ ഈ വാക്കുകളുടെ ലഹരിക്ക് അടിമയായിരിക്കും. ആരെയും തോൽപ്പിക്കേണ്ട എനിക്ക്. പക്ഷേ നിന്നെ, എന്നെ വേണമെന്ന് പറയുന്ന ഈ നിന്നെ ഒരുത്തന്നെയും ഭ്രാന്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കില്ല ഞാൻ. ദ്രോഹിക്കാനാണ് അവന്റെ തീരുമാനമെങ്കിൽ നിനക്ക് തന്ന വാക്ക് തിരിച്ചെടുക്കാൻ 1 സെക്കൻഡ് പോലും വൈകിക്കില്ല. അരുതെന്ന് നീ പറഞ്ഞാലും ചെവിക്കുള്ളിൽ എബി. ആൾക്കായി പൊരുതാൻ തയ്യാറെടുത്ത മനസ്സോടെ ആ മനസ്സിനുള്ളിൽ നിറവോടെ നിൽക്കുന്ന പ്രണയത്തോടെ നിറഞ്ഞ കണ്ണുകൾ ചലിപ്പിക്കുക കൂടെ ചെയ്യാതെ എബി മൃദുവായി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഇരുവരെയും മാറി മാറി നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് വജ്രയുടെ കൈക്ക് മേലെ ബഷീർ അവന്റെ കൈകൾ പതിയെ ചേർത്ത് വെച്ചു. ആ വിരലിൽ അവൾ കൂട്ടിപ്പിടിച്ചു. എന്നോട് പുറത്തോ നീ? മുഖമുയർത്തി കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്നവൾക്ക് നോവ് തിങ്ങി നിറങ്കെടുത്തിയൊരു ചിരി തിരികെ കൊടുത്തു അവൻ. വജ്രയുടെ കൈ അവന്റെ മേലിൽ മുറുകി. ബഷീറിന്റെ കണ്ണുകൾ എബിയിലേക്ക് നീണ്ടു. ക്ഷമിക്കടാ, ഒന്ന് മനസ്സിലാക്ക് എന്നർത്ഥത്തിൽ കണ്ണ് ചുരുങ്ങുന്നുണ്ട് എബിയുടെ. അലസമായി നോട്ടം തെറ്റിച്ച് അവനും ചിരിച്ചു. ദീർഘനിശ്വാസമെടുത്ത് അവളുടെ കൈവിരലുകളിൽ പതിയൊന്ന് തട്ടി. നിന്റെ ഉള്ളിൽ ആരുകൊണ്ട് നീടായിട്ട് എനിക്കൊരു ഫീൽ വന്ന് തുടങ്ങിയിരുന്നു. ഒരുമിച്ചിരിക്കുമ്പോഴും പലതവണ നീ സ്വയം മറന്ന് മറ്റെന്തോ ഓർമ്മയിൽ ചിരി ഒളിപ്പിക്കുന്നോ നെടുവീർപ്പെടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെന്തെങ്കിലും നിന്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ എന്നെയോ പ്രണയവിനെയോ മറച്ചു വെക്കില്ലല്ലോ എന്ന് ഓർക്കും. പക്ഷേ നീയോ അവനും. ബഷീറിന്റെ ശബ്ദമിടറിയപ്പോൾ വജ്രയുടെ എവിടെയും ഉള്ളൊന്ന് പിടഞ്ഞു. മാനസിക സംഘർഷം കൊണ്ട് അവന്റെ കൈത്തണ്ടയിൽ മേലുള്ള അവിടെ പിടിമുറുകി. ബഷീർ തലയരിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി. മനഃപൂർവ്വം വിഷമിപ്പിച്ചെന്നെ ഞാൻ നേരത്തെ. അത്ര കന്യനായി പോയി ഞാൻ നിനക്കും പ്രണയം എന്ന ചിന്ത എത്രത്തോളം എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും ഓർത്തു നോക്ക്. അപ്പൊ അത്രയെങ്കിലും ഞാൻ പറഞ്ഞു പോയില്ലേ? പക്ഷേ ചങ്കിലുകൊണ്ട് നടക്കുന്നവരുടെ കണ്ണു നിറഞ്ഞാൽ അത് കണ്ടു നിൽക്കാൻ മാത്രം കട്ടിയില്ല എൻ്റെ നെഞ്ചിന്. ആരെക്കാളും നിനക്കത് അറിയുകയും ചെയ്യാം. അത്രയും പറഞ്ഞ് സങ്കടം കലർന്ന സൗമ്യമായ ചിരിയോടെ വജ്രയിൽ നിന്ന് അവൻ നോട്ടം മാറ്റിയതും ആളൊന്ന് വിതുമ്പിപ്പോയി. ആദ്യം എനിക്കതിനെ സംശയമായിരുന്നു. പക്ഷേ എബിയെ കാണുമ്പോൾ, ഞങ്ങൾ തമ്മിൽ ചിരിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടാകുന്ന പേരറിയാതൊരു ഫീലിംഗ് വന്നു പോകുന്നത് എന്തുകൊണ്ടാണ്. അത് പ്രണയാണെന്ന് തിരിച്ചറിയാനും തിരികെ അവനെന്നോട് അതേ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ നാള് നിങ്ങളോട് പറയാനിരുന്ന. പക്ഷെ ഓർക്കുന്നുണ്ടോ നീ, എന്തോ നിസ്സാര കാര്യത്തിന് എബിയുടെ ഫ്രണ്ട്സിൻ്റെ പേരിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പ്രണവ് കംപ്ലൈൻറ്റ് കൊടുത്തു. പിന്നെ അത് ഇവർ 2 കൂട്ടരും നമ്മളെ കൂട്ടവഴക്കിലേക്ക് എത്തിയതും എബിയുടെ മേലുള്ള ന്യായം ഞാൻ പറഞ്ഞു തുടങ്ങിയ നിമിഷം നീ എന്നെ വിലക്കിയത് ഓർക്കുന്നുണ്ടോ? ബഷീർ നെടുവീർപ്പോടെ ഉണ്ടെന്നർത്ഥത്തിൽ പതിയെ തലയനക്കി. വേണ്ടടി, നീ ഇനി അവൻ്റെ കാര്യമാണ് പ്രണവിൻ്റെ ദേഷ്യവാശിയും കൂട്ടണ്ട. വഴക്ക് ഇത്രയെത്തിച്ചാൽ എബി ഒട്ടും മോശങ്ങളിൽ കൂടി എനിക്കറിയാം. അവൻ്റെ അടുത്ത് ന്യായമുണ്ട്. പക്ഷേ പ്രണവിൻ്റെ തലയിൽ കയറണ്ടേ? എത്ര പറഞ്ഞു? വാശി കൂടുന്നതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നീ ഇനി മുമ്പത്തെ പോലെ എബിന് വേണ്ടി സംസാരിച്ച് നിങ്ങൾ തമ്മിൽ മുഷിഞ്ഞ് പിന്നെ നമ്മുടെ സമാധാനത്തിന് കുറേ ദിവസത്തേക്ക് ഇല്ലാതാക്കിയെന്നിരിക്കും. തൽക്കാലം ഞാൻ കൂടി പോയി എബിനും പ്രണവും ദോഷം വരാതെ സോൾവാക്കാം.
പിന്നെ എബിനായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്കിടയിൽ നിന്ന് കഴിവത് ഒഴിവാക്കാം. ഈ 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവനെ കണ്ടെന്ന് പോലും വരില്ല. അവനവൻ്റെ ഇളയപ്പന്മാരുടെ മക്കളുടെ കൂടെ ബാംഗ്ലൂരോ മറ്റോ പഠിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു കിട്ടിയിരുന്നു മുമ്പൊക്കെ. അതുകൊണ്ട് ഇനി കഴിവതും ക്ലാസ്സിലായാലും പുറത്തായാലും അവർ തമ്മിലൊരു ഒരസലില്ലാണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതാ നല്ലത്. താൻ അവളോട് ഇന്ന് പറഞ്ഞ അത്രയും ഓർമ്മയിലേക്ക് വീണ്ടെടുക്കുമ്പോൾ നെടുവീർപ്പെടാനല്ല മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു ബഷീറിന്. വജ്രയ്ക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീരട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ് എബി. അതോടെ എൻ്റെ ഉള്ളിലെ ഇഷ്ടം എന്ന് നിങ്ങളോട് പറയും. എങ്ങനെ പറയുന്ന ടെൻഷനും കൺഫ്യൂഷനും അലട്ടാൻ തുടങ്ങി. പരസ്പരം മനസ്സ് തുറന്നിട്ടില്ലെങ്കിൽ പോലും ഹൃദയം കൊണ്ട് ഞങ്ങൾ പോലും അത്ഭുതപ്പെടും പോലെ സ്ട്രോങ് കണക്ഷൻ തമ്മിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ നാൾ മുതൽ എബിയുടെ കാര്യത്തിൽ നിൻ്റെയോ പ്രണവിൻ്റെയോ വിലക്ക് സമ്മതിച്ചു തന്നില്ല എൻ്റെ മനസ്സ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം മതിയെന്ന് കരുതി ഒതുങ്ങിക്കാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എനിക്ക് എബിയോടുള്ള ഇഷ്ടം മറക്കാൻ. എബി എൻ്റെ നെഞ്ചിലൊരു വേദന പോലെ തിങ്ങാൻ തുടങ്ങി. അടക്കാൻ ശ്രമിച്ചിട്ടും ഇതുമ്പിപ്പോയവൾ. എബിയുടെ കണ്ണ് നിറഞ്ഞു. അവൻ്റെ മുഷ്ടിയുരുണ്ടു. ഓടിച്ചെന്ന് അവളെ ശ്വാസം മുട്ടും വിധം വാരിപ്പുണർന്ന് മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടാൻ അവൻ്റെ ഹൃദയം മുറവിളി കൂട്ടി. അവളുടെ കയ്യിൽ പതിയെ തട്ടി എബിയെ തന്നെ നോക്കിയിരുന്നു ബഷീർ. അവൻ്റെ കണ്ണിൽ നിറയുന്ന വജ്രയോടുള്ള പ്രണയത്തെ സ്നേഹത്തെ കാണാനെന്ന പോലെ ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രണവ് അറിഞ്ഞറിയാതെ ഇല്ലാതാക്കുമ്പോഴും എബി അവൻ ഓരോ തവണ ഇൻസൾട്ട് ചെയ്യുമ്പോഴും നിന്നോടെങ്കിലും തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ. പക്ഷേ പലതവണ പറയാൻ ഒരുങ്ങുമ്പോഴൊക്കെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവും. അതിൻ്റെ പേരിൽ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന പ്രണയനുണ്ടാകും ദേഷ്യവും വാശിയും. അവനെ ഉപദേശിക്കുന്നതിനൊപ്പം നീ എന്നോടും പറഞ്ഞിട്ടില്ലേ കഴിവത് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ. ധർമ്മസങ്കടത്തിലായിപ്പോയി ഞാൻ. എല്ലാ ഉള്ളിലൊതുക്കി എനിക്ക് വേണ്ടി എബി അകന്നു മാറുമ്പോൾ നെഞ്ചി പിടച്ചു. ഓരോ തവണ പ്രണവ് ക്ഷമ പരീക്ഷിക്കുമ്പോഴും ഞാൻ സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി പരമാവധി എബി ഒതുങ്ങി നിന്നു. മനസ്സുറക്കാതിനെ പിടിച്ചിരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോഴാണ് കുറച്ച് നാൾക്ക് മുമ്പ് ഞങ്ങൾ ഉള്ളിലെ ഇഷ്ടം പരസ്പരം സമ്മതിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു. ഇല്ലെങ്കിൽ എനിക്കെന്നെ തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നി. എബിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. സ്നേഹിച്ചു പോയി ഞാൻ അത്രയ്ക്ക്. ഇടർച്ചയോടെ പറഞ്ഞിരുത്തുമ്പോഴേക്കും എബി അവൾക്കരികിൽ വന്നിരുന്നു. മുഖത്തേക്ക് നോക്കാതെ അവളുടെ കൈയെടുത്ത് പിടിച്ച് അവൻ്റെ കൈവിരലുകളുമായി അമർത്തി കോർത്ത് പിടിച്ചു. കണ്ണീരിറ്റ് വീണ അവൻ്റെ കൈവെള്ളയിലേക്കും ആ മുഖത്തേക്കും മാറി മാറി അവൾ നോക്കി. എബിയുടെ നെഞ്ചു വിടക്കുന്ന പിടപ്പ് ആ സ്പർശനത്തിലൂടെ അവൾ അറിഞ്ഞു. ഞാൻ നിന്നെ മറന്നല്ല പക്ഷേ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി ഉള്ളവർക്കാൻ ഞാൻ പേടിക്കും പോലെ അല്ലെങ്കിൽ വല്ലാത്തൊരു വീർപ്പമുട്ടിലുണ്ടാക്കി അതിനുള്ളിൽ നീ എൻ്റെ മനസ്സിനെ പൂട്ടിയിടുകയായിരുന്നു. എബി എന്ന പേര് പോലും നിങ്ങളോട് പറയാൻ പറ്റാത്ത പോലെ നിന്റെ വാക്കുകൾ കൊണ്ട് എന്നെ നീ കുരുക്കിയിട്ടിരുന്നു. അവനാണെങ്കിലോ അതിനപ്പുറത്തെ അവസ്ഥയിൽ എന്നെ സ്നേഹിച്ചുകൊണ്ട് എബി ഓർക്കാൻ പോലും പേടിപ്പിച്ചുകൊണ്ട് വിലക്കി നിർത്തി. ഞാനെങ്ങനെ അന്നൊക്കെ നിങ്ങളോട് ഇത് പറ്റിയില്ല ബഷീർ. ഉള്ളു പൊള്ളുന്ന പോലെ കരച്ചിൽ ചീളുകൾ പുറത്തേക്ക് എത്തിയതും ബഷീർ ധൃതിയിൽ എഴുന്നേറ്റുകൊണ്ട് അവളെ പിടിച്ചു വലിച്ച് പൊങ്ങിച്ചു. കണ്ണു നിറഞ്ഞിരുന്ന അവൻ്റെ മറുകൈ കൊണ്ട് എബിയെ വലിച്ചെഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും സ്തബ്ധരായി നിന്നുപോയി. ഇനി ഈ ജന്മം മുഴുവൻ രാജകുമാരിയെ പോലെ നോക്കുകൂടെ നീ എൻ്റെ പെങ്ങളെ. ഈ കണ്ണിന് നിറക്കാൻ നോക്കുവോ? കണ്ണിൽ നിറഞ്ഞേൽക്കുന്ന നീർത്തിളക്കത്തോടെ ദൃഢമായ ശബ്ദത്തിൽ കടുപ്പിച്ചു ചോദിക്കുന്ന ബഷീറിനെ കണ്ണുമീഴ്ചു നോക്കിയെന്ന് പോയ എബി 2-3 സെക്കൻഡുകൾക്ക് ശേഷം കേട്ട വാക്കുകളിന്മേൽ മനം നിറച്ച് കണ്ണു നിറച്ച് മറുപടി അറിയും മുമ്പേ അവനെ വാരി പുണർന്നു. എൻ്റെ ജീവിതവും സന്തോഷമൊക്കെ നിന്റെ ഈ പെങ്ങളാടാ. കരയിക്കോടാ ഞാൻ, പൊന്നുപോലെ നോക്കിക്കോളാം. അവൾ ആഗ്രഹിക്കും പോലെ എന്നും കൂടെ ഉണ്ടാവും നീയും. പ്രണവിനെ തിരുത്താൻ നിനക്ക് കഴിയുമെങ്കിൽ അവനവനെ തെറ്റി തിരുത്തുമെങ്കിൽ അവനോട് വിരോധം വെച്ച് പുലർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം ക്ഷമിക്കാം, ഓർക്കാം. എനിക്ക് ഇവളുടെ സന്തോഷം നഷ്ടപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ല. മനസ്സ് തുറന്നവൾ സന്തോഷിക്കാതെ ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടില്ല എനിക്ക്. അവളില്ലാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. എനിക്ക് അവളോടൊപ്പം എൻ്റെ ഉള്ളിൽ അവൾക്ക് വേണ്ടി ഓരോ ദിവസം ഞാൻ കൂട്ടിവെക്കുന്ന മുഴുവൻ സ്നേഹവും കൊടുത്ത് മരണം വരെ സ്വസ്ഥമായിട്ട് ജീവിക്കണ്ട. എനിക്ക് ആർക്ക് വേണ്ടി എനിക്ക് അവളിൽ നിന്ന് മാറിക്കാൻ ഇനി പറ്റില്ല ബഷീർ. വിട്ടുകൊടുക്കില്ല ഞാൻ. വജ്ര എബിക്കുള്ളതാ, എബിയുടെ ലൈഫാ. ഒറ്റ ശ്വാസത്തിൽ അവൻ്റെ ഉള്ളിൽ അതുവരെ തിളച്ചു മറിഞ്ഞെല്ലാം ബഷീറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തിയൊന്ന് കിതച്ചു. വജ്ര ബഷീറിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കണ്ടോ ബഷീർ, ഇതാ എൻ്റെ എബി. കണ്ണീരിൽ ചാലിച്ച് വളരെ നേരത്തെ ചിരിയോടെ മൗനമായി പറയുന്നവളെ നോക്കി ആ ചോദ്യം മനസ്സുകൊണ്ട് വായിച്ചെടുത്ത് കണ്ണു നിറച്ചുകൊണ്ട് തന്നെ ബഷീർ പതിയെ തലയനക്കി. ശേഷം എബി അടർത്തി മാറ്റി വജ്രക്കടുത്തേക്ക് പതിയെ ഒന്ന് തള്ളി. ചെറുതായി പുറകിലേക്ക് വേച്ചു പോകാൻ തുടങ്ങിയവളെ എബി ചേർത്ത് പിടിച്ചു. കണ്ണു നിറഞ്ഞിരുന്നെങ്കിലും ചെറിയ ആശ്വാസച്ചിരി ഉണ്ടായിരുന്നു ഇരുവരുടെയും മുഖത്ത്. എൻ്റെ പാത്തുവിനോട് മനസ്സിന് പിടിച്ച പോലത്തെ ഒരു ചെക്കന് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച് എൻ്റെ ഈ പെങ്ങൾക്കും കരിയറിനൊപ്പം നല്ലൊരു ജീവിതം കിട്ടണമെന്നാ. അവളുടെ മനസ്സറിയുന്ന ഒരു കൂട്ട് കിട്ടണമെന്നാ. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടുന്നതിനെ ഉറപ്പിക്കാൻ ഞാൻ. പണ്ടേ ഉള്ളതുകൊണ്ട് ഇഷ്ടമായിരുന്നു നിന്റെ ഈ ചെക്കനെ എനിക്ക്. ഇപ്പം അടിവരായിട്ട് പറയാമെന്ന് കൂട്ടിക്കോ. 916 ആണെന്ന് എനിക്ക് ഉറപ്പുള്ള ഈ അച്ചായൻ ചെക്കനെ മതി എൻ്റെ വജ്രയ്ക്ക്. ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ജീവനായവനാ. പക്ഷേ ഈ കാര്യത്തിൽ എനിക്കത് കാണാനോ കേൾക്കാനോ കഴിയില്ല. നിന്നെ സ്നേഹിക്കുന്ന എബിൻ മാത്യൂസിനെ മാറ്റി നിർത്താൻ ഞാൻ ഒരിക്കലും നിന്നോട് പറയില്ല വജ്ര. ദൈവം തീരുമാനിച്ച ഇതാണെങ്കിൽ അങ്ങനെയേ നടക്കുള്ളൂ. അതിലിനി പ്രണവ് എന്തിനെ ചെയ്താലും തോറ്റുപോകും അവൻ.
നിറകണ്ണുകളോടെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന എബിയെയും വജ്രയെയും നോക്കി ഇടറിയ ശബ്ദത്തോടെ ചെറുചിരിയോടെ പ്രണവിനെ ഓർത്ത് അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ട് വിങ്ങുന്ന മനസ്സോടെ ബഷീർ പറഞ്ഞ വാക്കുകൾ അവരിരുവരുടെയും ഹൃദയതാളത്തെ തൊട്ടുലച്ചു. എബി അവളുടെ തോളിൽ പിടിച്ച് തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. നോക്ക്, നീ ആഗ്രഹിച്ച പോലെ നിന്റെ ബഷീർ നമ്മളെ മനസ്സിലാക്കി. ഇനി അധികം കിടന്ന് ശ്വാസം മുട്ടിക്കില്ലെന്ന് പറ നെഞ്ചിരിപ്പിനോട്. ദേ, ഇവിടെയാണത് വന്ന് കൊളുത്തി പിടിക്കുന്നേ. മുഖം താഴ്ത്തി കണ്ണീർ ഷോൾഡറിൽ തുടച്ച് മൂക്കൊന്ന് വലിച്ച് സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടി പറഞ്ഞ എബിയെ കണ്ണു നിറച്ചുകൊണ്ട് തന്നെയാണ് അവൾ നോക്കിയത്. ബഷീർ ചിരിച്ചെങ്കിലും പ്രണവിന്റെ മുഖമോർത്ത് നേരത്തെ അവനെ കണ്ടു മടങ്ങും മുമ്പ് തന്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞ കരച്ചിലോർത്ത് അവന്റെ ചങ്ക് പിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ആവശ്യം ആഗ്രഹം ദൈവത്തിന് നിരക്കാത്തതാണ്. സ്വന്തം മകനായി പ്രണവിനെ സ്നേഹിക്കുന്ന വജ്രയുടെ അച്ഛനും അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ കരങ്ങിപ്പോകുക അവരുടെ മനസ്സ്. തങ്ങൾക്ക് മാത്രമല്ല ആർക്കും ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണത്. ചിന്തകളിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ എബി തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. വജ്ര എന്തൊക്കെയോ ചിന്തകളിൽ കുടുങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും. പ്രണവ് അത് തന്നെയാണ് അവിടെ കണ്ണുകൾക്ക് വിശ്രമം കൊടുക്കാതിരിക്കുക, അല്ലാതെ മറ്റെന്ത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.